എടി അതെങ്ങനെ പറയും? വായോണ്ട് പറയും. എന്റെ കുക്കി, നീ എന്നെ വിധവനാക്കരുത്. അതെന്തേട്ടാ അങ്ങനെ ഒരു ടാൾക്ക്? അവന്റെ സ്വഭാവത്തിന് നിന്നെ ഞാൻ ആ ഭിത്തിന്ന് വടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് മോളെ ദയവ് ചെയ്ത് മിണ്ടിപ്പോവരുത്. ഓ, ഞാനൊന്നും പറയുന്നില്ല, തീർന്നല്ലോ. വാവേ, നീ പറഞ്ഞോ? ആ പൊട്ടൻ അങ്ങനെയൊക്കെ പറയും. അനിയത്തിയോട് മാത്രം ഇങ്ങനെ സ്നേഹമുള്ളൂ, കണ്ടില്ലേ? ആ നാറിക്ക് പകരം ഞാനാ ഇപ്പൊ ഇവിടെ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞതെങ്കിൽ എന്താവുന്ന അവസ്ഥ? കുന്തം കഴിഞ്ഞ പോലെ ഇരിക്കാതെ എനിക്കൊരു പ്ലാൻ പറഞ്ഞതാടാ. അപ്പൊ പറഞ്ഞതെല്ലോ ഓർമ്മണ്ടല്ലോ. ചേട്ടാ, ഇതൊക്കെ വർക്കാവോ? വർക്കാക്കണം, അവിടെയാണ് നിന്റെ മെടുക്ക്. യു ക്യാൻ ജിമ്മി. യെസ്, എന്നെ കൊണ്ട് പറ്റും. ഏട്ടാ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റി നേരത്തിന് തോന്നുകയാണെങ്കിൽ പിന്നെ ഒന്നും നോക്കണ്ട, അപ്പൊ തന്നെ തിരിഞ്ഞോടിക്കണം. അതെന്തിന്? ചേച്ചി കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആയോണ്ട്. ചിക്കു കരാട്ടയോ? അതെ. അവിടെ ആവുമ്പോ ചേച്ചിക്ക് ആ ടൈമിലൊക്കെ മെക്കിട്ട് കയറി എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടാക്കാൻ നടക്കി. ചേച്ചി കാരണം ആളുകൾക്ക് വഴി നടക്കാൻ പറ്റില്ല എന്നാ പപ്പ പറയാറ്. എന്തിനാടാ കടന്ന് ശ്രീനിവാസം കളിക്കുന്ന? ഒന്നുമില്ല മോച്ചൂട്ടാ. ഇറങ്ങി പോടാ ഒന്ന്. എന്നാലിത് വല്ലാത്ത വെള്ളം ദാഹമായി പോയി. പാതിരാത്രിയൊക്കെ ആർക്കെങ്കിലും വെള്ളം താഴ്ക്കുക. എല്ലാരും കിടന്ന് ഉറങ്ങല്ലേ ചെയ്യാം. ഈശ്വര, ആരാവിടെ ഈ നേരത്ത് വരെ കള്ളനെ പറ്റും? നീ കള്ളി നിന്റെ മറ്റവള് ചിക്കു. ഈ കുലിപ്പ് പാതിരാത്രി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട്. ഓ മൈ കൂൾനെസ്, കം ബാക്ക്. ഈശ്വരാ, കിച്ചേട്ടൻ ഇയാൾക്ക് രാത്രിയിൽ ഉറക്കമില്ലേ? ചുമ്മാ മനുഷ്യനെ പേടിപ്പിക്കാൻ. നീ എന്താ ഇവിടെ ചെയ്യുന്നത്? അതൊന്നുമില്ല. എന്താ നിന്റെ കയ്യില്? നിന്റെ കയ്യിലെന്താ? ഒന്നുമില്ലല്ലോ. മര്യാദക്ക് കൈ കാണിക്കുന്നത് ഞാൻ നോക്കണോ? ദേ, എന്താടി ഇത്? പാൽപ്പൊടി. എന്റെ ദേവി, ഈ പാൽപ്പൊടി കട്ട് തിന്നണവളെ കുറിച്ചാണോ എന്റെ കുക്കി നീ ഇങ്ങനെ അപവാദം പറഞ്ഞു? എന്തിനാണ് ഇങ്ങനെ ചോദിക്കുന്നത്? അല്ല, ആരോ കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് ആണെന്നും ഓരോ ദിവസം ആരെ കലണമെന്നറിയാതെയാണ് എഴുന്നേൽക്കുന്നതെന്നും എന്നോടൊരാള് പറഞ്ഞിരുന്നു. ആളെ ഇങ്ങനൊരു സാഹചര്യത്തിൽ കണ്ട് ചിരിച്ചു പോയതാ. പാരട്ട കുക്കി, എനിക്കിട്ട് പണിതല്ലേടി മാറി. ഒരു ഉണക്ക ചോട്ടനെ കിട്ടിയപ്പോ സ്വന്തം ചേച്ചിനെ മറന്നില്ലേ നീ? നിന്റെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞെങ്കിൽ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. അതെ കിച്ചേട്ടാ, ഈ ബൂസ്റ്റും ഹോർലിക്സും മമ്മി എവിടെ എടുത്ത് വെച്ചിരിക്കുന്നതെന്ന് കണ്ടോ? എന്താ കിച്ചേട്ടാ, എന്തിനാ ഇവിടെ വരുന്നത്? അവിടെ ഒന്ന് സംസാരിച്ചാ മതി. കിച്ചേട്ടാ. ചിക്കു, നിനക്ക് എന്നോട് ദേഷ്യാണോ? ഞാനെന്തിനാ കിച്ചേട്ടനോട് ദേഷ്യപ്പെടുന്നു? വെറുക്കുന്നുണ്ടോ നീ എന്നെ? ഇല്ല. ചിക്കു, എന്റെ കണ്ണിലേക്ക് നോക്ക്. സ്നേഹിക്കുന്നുണ്ടോ നീ എന്നെ? ചിക്കു, do you love me? Will you be my girlfriend? ചിക്കു, will you be my only my? Do you love me? I love you. ഇന്നും ഇന്നലെ തൊട്ട് തുടങ്ങിയതല്ല. നീ എന്റെ അടുത്ത് ഇല്ലാന്ന് മനസ്സ് സമ്മതിക്കാതിരുന്നപ്പോ തൊട്ടാ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് എന്താണെന്ന് മനസ്സിലായത്. ഞാൻ എനിക്ക് ഏട്ടനെ ഒരുപാട് ഇഷ്ടം. പ്രോമിസ് ചെയ്യും, ഇനി ഒരിക്കലും എന്നെ വിട്ടു പോവില്ലാന്ന്. ആരാടി നിന്നെ വിട്ടു പോകുന്ന? അല്ല, എനിക്കൊന്നും കിട്ടിയില്ല. എന്ത്? എടി, നീ ഈ സിനിമയൊന്നും കണ്ടിട്ടില്ലേ? ഏത് സിനിമയുടെ കാര്യം കിച്ചാ നീ പറയുന്നത്? എടി, അത് അത് ഈ സിനിമയിലൊക്കെ സിനിമയിലൊക്കെ തർക്കുത്തരം പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. മനസ്സിലായോ? മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇയാൾക്ക് റൊമാൻസിക്കാൻ അറിയില്ലാന്ന് മനസ്സിലായി. ചേട്ടൻ റൊമാൻസിക്കാൻ തുടങ്ങിയാൽ ഏട്ടന്റെ റൊമാൻസ് താങ്ങാനുള്ള ശേഷിയൊന്നും എന്റെ മോൾക്കില്ല. അത് ഏട്ടന് തോന്നുന്നതാ. അങ്ങനെയാണെങ്കിൽ എന്റെ മോൾ എനിക്കൊരു ഉമ്മ തന്ന. അയ്യടാ, എനിക്കൊന്നും ഇഷ്ടമല്ല. എന്റെ കയ്യിൽ നിന്നും കിട്ടണ്ടെന്നാണെങ്കിൽ ചേട്ടനങ്ങ് മാറി നിൽക്കും. അത്രയ്ക്കായോ? എന്നാ ഒന്ന് കാണണല്ലോ. അപ്പൊ എന്തേലും വാങ്ങാൻ തന്നെ തീരുമാനം? ഓഫ് കോഴ്സ്. ചൂടോടെ ഇങ്ങതാ. എന്നാ പിടിച്ചോ.
next morning. അമ്മ ഇതെന്താ തറയില്? അപ്പൊ ഉമ്മ, എന്റെ ചിക്കു എല്ലാം സ്വപ്നായിരുന്നാ? തറയിലെത്തിയിട്ടും ഞാനൊന്നും അറിഞ്ഞില്ലേ? സ്വപ്നായാലെന്താ? ചിക്കു ഐ ലവ് യു ഡി. Moments later. ജിമ്മി നീ ഇപ്പോഴാണ് താഴേക്ക് വരുന്നത്? കിച്ചൂട്ടാ, എന്താ നിനക്ക് പറ്റി? എന്താ നിന്റെ മുഖം വല്ലാതെ ഇരിക്കുന്ന? ഒന്നുമില്ല മാമ. ജൂണേട്ടാ എന്താ? അവനൊന്ന് നോക്കിക്കേ, എന്താ അവന് പറ്റിയിട്ടുണ്ടാവുക? ഇനി ഇന്ന് പാർട്ടിക്ക് പോകുന്ന പിടിക്കാത്തോണ്ടാണോ? എനിക്കും അത് തന്നെ തോന്നുന്നു. പക്ഷെ ജൂണേട്ടാ യോങ്കി നീ വേഗം കഴിക്കിച്ചു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് കണ്ട എല്ലാ പ്ലാനും ചിലപ്പോ പൊളിയും. ആ ഇരിക്കുന്നതേ നമ്മുടെ പ്രൊഡക്റ്റോളാ. അതും ശരിയാ. നീ കുട്ടാ, മിണ്ടരുത്. എടാ നീ ചേച്ചി ഇപ്പൊ ഒന്നും പറയണ്ട. എടാ നീ അവനൊന്ന് നോക്ക്. ഞാൻ എല്ലാരും നോക്കിക്കൊണ്ടേയിരിക്കുന്നു. ജിമിനേട്ടാ എന്താ പറയേ? ഏട്ടന് വയ്യ, എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഒന്നുമില്ല, നീ വേഗം കഴിച്ചെനിക്ക്. എനിക്ക് ഭാരതൂത വാങ്ങി തരുമോ?